കോടതി ഒരാളെ അന്തിമമായി കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒരാളുടെ ജീവിതവും മാനവും നശിപ്പിച്ചിരിക്കും. ഒരു നിരപരാധിയെ, ഇവിടെയുള്ള കൊടും കുറ്റവാളികളെ, പുറത്തുള്ള കൊടും കുറ്റവാളികളെ കൊണ്ട് പരിഹസിപ്പിച്ച് അയാളെ ചീത്ത വിളിപ്പിച്ച് അയാളുടെ ജീവിതം നശിപ്പിക്കും. ആഴ്ചകളോളം മാസങ്ങളോളം ഇവിടെയുള്ള മാധ്യമ വിചാരണയ്ക്ക് ഇരയാക്കപ്പെട്ട ഒരാൾ, ഇവിടെയുള്ള മുഖംമൂടികളുടെ പരിഹാസം ഏറ്റുവാങ്ങിയ ഒരാൾ പിന്നെ ആത്മഹത്യയുടെ വക്കീലോ അല്ലെങ്കിൽ ജീവിതം തന്നെ നഷ്ടപ്പെട്ട് മരണതുല്യമായിട്ടുള്ള മരിച്ചു ജീവിക്കേണ്ടി വരും. മാസങ്ങളോളം ഒരാളെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് വാർത്ത കൊടുക്കും. എന്നാൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഒരു ചെറിയ കോളത്തിലോ ഹെഡ്ലൈനായിട്ട് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന രീതിയിലോ വാർത്ത കൊടുക്കും. ഇനി യഥാർത്ഥ ഒരു പോക്സോ കേസോ ഒരു ബലാത്സംഗ കേസോ വന്നാൽ പോലും ജനങ്ങൾ ചിന്തിക്കും, ഇത് സത്യമാണോ, ഇത് കള്ളക്കഥയല്ലേ, ഇത് യാഥാർത്ഥ്യമാണോ, ഇത് റിയൽ ആണോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങും. ഒരു നിരപരാധിയെ കുറ്റവാളിയാക്കിയ കൊടും ക്രിമിനലുകൾക്ക് എന്ത് ശിക്ഷയാണ് നമ്മുടെ നിയമം കൊടുക്കാൻ പോകുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ വിചാരണ ചെയ്യാൻ പോകുന്നത്? പത്മരാജന്റെ കേസിൽ വിചാരണ കോടതിയുടെ പിഴവുകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഹൈക്കോടതി. എന്ത് പ്രേരണയോടെ, എന്ത് തിടുക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്മരാജനെ പ്രതിയാക്കിയിട്ടുള്ളത്? കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ ഭൗതിക സാഹചര്യങ്ങളും തെളിവുകളും പരിഗണിക്കാതെയാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കോടതി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് വിചാരണ കോടതിയുടെ വിധിയിൽ പ്രഥമ ദൃഷ്ടിയ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഒന്നാലോചിക്കുക, ഒരു BJP-കാരനോ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ ആരും ആയിക്കോട്ടെ, അയാൾക്കെതിരെ ഒരു പോക്സോ കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അയാൾക്കെതിരെ ഒരു സ്ത്രീ പീഡന കേസ് അല്ലെങ്കിൽ ഒരു ബലാത്സംഗ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി, അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് BJP-കാർക്കെതിരെ ആണെങ്കിൽ നീയൊക്കെ വാതോരാതെ സംസാരിക്കും. മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇതിനെക്കുറിച്ച് ചർച്ച നടത്തും. എന്നാൽ അത് അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു വാർത്തയെ നീയൊന്നും കൊടുക്കുകയുമില്ല. നിന്റെയൊക്കെ ഈ മാമാപ്പണി കാരണം ശരിക്കും അനുഭവിക്കാൻ പോകുന്നത് ഇരയാക്കപ്പെടുന്ന യഥാർത്ഥ വ്യക്തികളാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ഇരകളാണ്. എന്തായാലും പത്മരാജന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചിട്ടുണ്ട്. അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു തരത്തിലുള്ള തെളിവ് പോലും ഇവിടെ ലഭ്യമല്ല. അങ്ങനെ ഇരിക്കെ അയാളെ കുറ്റം ചുമത്തി ശിക്ഷിച്ച് അയാൾ ഇത്രയും ദിവസം ജയിലിലടച്ചു. അയാളുടെ ജീവിതവും മാനവും നഷ്ടപ്പെടുത്തി, അയാളുടെ കുടുംബം നശിപ്പിച്ചു. ഒരു BJP-കാരനാണ്, അയാളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ നിനക്കൊക്കെ ആഘോഷമാണ്. നിനക്കൊക്കെ അത് റേറ്റിംഗിനും സെൻസേഷനും വേണ്ടി ഉപയോഗിക്കും. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ നീയൊക്കെ വാർത്ത കൊടുക്കും. അത് നിർത്തണം.